നമസ്കാരം. തണ്ണിമത്തൻ എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ലോകത്തിൻ്റെ അണ്ടറിൽ നടക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ചാനലാണ്. നിങ്ങൾക്ക് നല്ലത് മാത്രം വരണം, ജീവിതത്തിൽ വിജയം കൈവരിക്കണം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, മോട്ടിവേഷനായിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ ഒരു ചെറിയ ശീലങ്ങളിലൂടെ നമുക്ക് ജീവിത വിജയം എങ്ങനെ കൈവരിക്കാം, ഒരു ചെറിയ സ്മോൾ സ്റ്റെപ്സാണ്. ഈ സ്റ്റെപ്സിലൂടെ നമുക്ക് വലിയ വലിയ വിജയങ്ങൾ നേടാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും, തീർച്ചയായും കൊണ്ടുവരും, നമ്മളത് ശ്രദ്ധിച്ചാൽ. അപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ഒരു ഡേയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ, രാവിലെ നമ്മൾ ഉറക്കമണിക്കുന്ന സമയം, എല്ലാവരും സാധാരണ ഉറക്കമണിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 7 മണി, 8 മണി, 9 മണി അങ്ങനെയൊക്കെയാണ്. ഇത് അത്രയ്ക്കൊന്നും പോയാൽ നമ്മൾ രാവിലെ ഒരു 5-നും 6-നും ഇടയ്ക്ക്, ഒരു കോമൺ മാൻ കേരളത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ എണീക്കുന്ന പോലെ ഒരു 5-നും 6-നും ഇടയ്ക്ക്, കഴിവതും ഒരു 5 മണിക്ക് എണീറ്റ് നല്ലത്. പക്ഷേ എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് നമുക്ക് ചിലപ്പം കുറച്ച് ലേറ്റ് ആവാനുള്ള സാധ്യത, എങ്കിലും ഒരു 5-നും 6-നും ഇടയ്ക്ക് മാക്സിമം ഉറക്കം എണീക്കാൻ ശ്രമിക്കുക. എണീറ്റ ഉടനെ നമ്മൾ ഉടൻ തന്നെ കിടന്നുകൊണ്ട് ഉടനെ നെഗറ്റീവ് കാര്യങ്ങളും ചിന്തിക്കാതിരിക്കുക. നമുക്ക് ഈ ജീവിതം വീണ്ടും ഒരു ദിവസം കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിനോടോ അല്ലെങ്കിൽ ദൈവത്തിനോടോ, ഈശ്വര വിശ്വാസമുള്ള ഒരു ദൈവത്തിനോടോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോടോ നമുക്ക് വീണ്ടും ഒരു നല്ല ദിവസം നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലൈഫിൽ ചെയ്യാനുണ്ട്. ഈ കുഞ്ഞു ലൈഫിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് നന്ദി പറയുക, ദൈവത്തിനോടും പ്രപഞ്ചത്തിനോടും നന്ദി പറയുക. അതിന് ശേഷം എണീറ്റ ഉടനെ നമ്മൾ ഒന്ന് ഫ്രഷായി ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒന്ന് നടക്കാൻ പോവുക. ഈ നടക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് മാത്രം ഉള്ളൊരു കാര്യമല്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആ ഫ്രഷ് എയറൊക്കെ ഒന്ന് കൊണ്ട്, ആ തണുപ്പും മറ്റുള്ളവരോടൊക്കെ ഒന്ന് കൈ കാണിച്ച് കുശലമൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു. നമ്മുടെ ഒരു ഇടുങ്ങിയ ഒരു ചിന്താഗതിയൊക്കെ മാറി ഓപ്പൺ മൈൻഡിലേക്ക് നമ്മളൊന്ന് ചിരിച്ച് എല്ലാവരെയും ഒന്ന് കണ്ട്, ചിലപ്പോൾ തട്ടുകടയിലൊരു ചായയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കൈ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ പോകുന്നൊരു രസമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ½ ആൻ അവർ നമ്മളൊന്ന് എക്സർസൈസ് ചെയ്യുക. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിത വിജയം കൈവരിക്കാനും മറ്റ് പല കാര്യങ്ങൾക്കും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് എക്സർസൈസ് ചെയ്യുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സിമ്പിൾ സ്റ്റെപ്സ്, ഒരു നമ്മുടെ കുനിഞ്ഞു വരികയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യത്തിനും കൂടെ നല്ലതാണ്. ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യത്തിനും നല്ലതാണ്. ഇപ്പോൾ എക്സസൈസ് കഴിഞ്ഞ് ഓടാൻ പോകുന്നവർക്ക് ഓട്ടവും നല്ലൊരു എക്സസൈസാണ്. നമുക്ക് സമയം വേസ്റ്റില്ല. 1-2 റൗണ്ട് ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ 1-2 റൗണ്ട് ഓടുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഒരു അരമണിക്കൂർ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ വീട്ടിലെത്തുക. എന്നിട്ട് ചായ വേണമെങ്കിൽ ചായ കുടിക്കുക. അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യക്രമത്തിന് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു സാധനം കൂടി. പത്രം വായിക്കുക. പത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും, ചിലർ പറയാറുണ്ട് രാവിലെ പത്രം വായിച്ചാൽ നമ്മുടെ ദിവസം തന്നെ അങ്ങ് നഷ്ടപ്പെട്ടു. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണ് സമയം, എനിക്ക് തോന്നുന്നു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ രാവിലെ പത്രം വായിക്കുക രാവിലെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പത്രം വായിക്കാൻ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് ചെയ്യുന്നു, അടുത്ത് എന്ത് ഇലക്ഷൻ വരുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എത്രയും പെട്ടെന്ന് വളരെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്ക് തന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നല്ലതാണ്. ഡൈജഷനൊക്കെ നമുക്ക് നേരത്തെ കഴിഞ്ഞ രാത്രി നമ്മൾ 8 മണിക്ക് കഴിച്ചതാണ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് രാവിലെ തന്നെ നമ്മൾ മാക്സിമം നേരത്തെ അവൈലബിൾ ആവുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞ് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അലക്കിയ വസ്ത്രങ്ങൾ, നമുക്ക് നല്ല കോൺഫിഡൻസ് വരും. ഈ നമ്മൾ സാധാരണയായിട്ട് ഈ ഷേവൊന്നും ചെയ്യാതെയൊക്കെ ആയിരിക്കും ചിലരൊക്കെ രാവിലെ ഓഫീസിലും പുറത്തേക്ക്. നമ്മൾ രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്യുന്നുള്ള, ഈ ഞാൻ മെയിലിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്, ഫീമെയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വൃത്തിയായി തന്നെ മേക്കപ്പ് ചെയ്യുന്നവർ ചെയ്തത് നല്ല അത്യാവശ്യം ഒരുപാടാവാതെ വൃത്തിയായി തന്നെ നല്ല വേഷം ധരിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കൂടും. മറ്റുള്ളവരോട് സംസാരിക്കാനും അത്യാവശ്യം പെർഫ്യൂംസൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. കാര്യം ഒരു ബോഡി സ്മെല്ല് എന്ന് പറഞ്ഞത് മറ്റുള്ളവർക്ക് നമ്മൾ അകറ്റി നിർത്തും. അപ്പോൾ നമ്മൾ രാവിലെ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം വിപണിയിലിപ്പം വളരെ വിലക്കുറഞ്ഞുള്ള പെർഫ്യൂംസൊക്കെ കിട്ടും. കുളിച്ച് റെഡിയായി പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോവാം.
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിലാണെങ്കിൽ നമ്മൾ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്ത് തീർക്കുക. വീട്ടിലാണെങ്കിലും അതെ, വീട്ടിൽ നമ്മൾ അടുക്കും ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുക. നമ്മളിപ്പം വേറെ പുറത്തേക്ക് ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മൾ അന്ന് തന്നെ ചെയ്ത് തീർക്കുക, നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക്, നാളെ നമുക്ക് പുതിയ കാര്യങ്ങൾ വരും. അപ്പോൾ ഇതും അതും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വലിയൊരു ബർഡനായിട്ട് മാറും. അപ്പം അതൊഴിവാക്കിയിട്ട് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ, അതായത് പിന്നെ അടുത്തുള്ള വീഡിയോയിലൊക്കെ പറയാം, പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർത്താൽ അത് നമുക്ക് അന്ന് വൈകുന്നേരം കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഓഫീസിൽ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഫോൺ ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് അധികം ഇടപെടാതിരിക്കുക. നമ്മൾ ഒരു പ്രൊഫഷണൽ സമീപനം എല്ലാവരോടും സ്വീകരിക്കുക. ഓക്കെ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഗോസിപ്പുകളിലേക്കൊന്നും നമ്മൾ തലയിടാതിരിക്കുക. നമുക്കൊരു നെഗറ്റീവ് എനർജി മാത്രമേ പ്രദാനം ചെയ്യുള്ളൂ. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മുടേതായ ഒരു കാര്യങ്ങളിലേക്ക്, നമ്മുടെ ഗോൾസിലേക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോവുക. നെക്സ്റ്റ് ഈ ഗോസിപ്പിന് തല കൊടുക്കാതിരിക്കുക. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫോണും, ഓഫീസിൽ നിന്ന് വന്ന ഒരു മാതൃകയാണ് ഞാൻ പറയാൻ. ഇപ്പം വീട്ടമ്മയാണെങ്കിൽ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ അപ്പോഴും വീണ്ടും ഫോണിലെ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ മക്കളും അല്ലെങ്കിൽ ഇപ്പം കുഞ്ഞു കൗമാരപ്രായക്കാരാണെങ്കിലും നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കഴിവതും ആ ഒരു 1-2 മണിക്കൂർ ഫോൺ കോൾ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ വീണ്ടും വിളിക്കുകയോ, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ക്രിയേറ്റീവായിട്ട് ഫോൺ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് അച്ഛനും അമ്മയും മക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് പല കാര്യങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഈ ഫാമിലിയിലെ ക്രിയേറ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫോൺ കഴിവതും വേറെ എവിടെയെങ്കിലും സൈലൻ്റാക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ ഫോൺ വന്ന് എടുക്കാതെ, അത് കഴിഞ്ഞിട്ട് ഈ ക്രിയേറ്റിവിറ്റി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് അവരെയൊക്കെ തിരിച്ച് വിളിക്കാൻ കഴിയുമല്ലോ. അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ 1 മണിക്കൂർ തിരിച്ച് വിളിച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ ഒരു 8 മണിക്ക് അല്ലെങ്കിൽ 7 to 8 ഇപ്പോഴുള്ള സാഹചര്യം വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 9 മണിക്കുമെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ച് ക്ലിയർ ചെയ്യുക. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ 1 മണിക്കൂർ മുമ്പ് തന്നെ ഫോൺ ഒഴിവാക്കുക. കഴിവതും 10 മണിക്കോ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു 11 മണിയെങ്കിലും അതിന് മുമ്പ് തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കിടപ്പറയിൽ അല്ലെങ്കിൽ അവിടെ അടി ഉണ്ടാക്കാതിരിക്കുക. കഴിവതും നമ്മൾ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ടെൻഷനൊന്നുമില്ലാതെ സുഖമായി കിടന്നുറങ്ങുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു അടിസ്ഥാന കാര്യങ്ങൾ. ഞാനിപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ശീലങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. അതാണ് ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ച് പറയാം. നമ്മൾ രാവിലെ മുതൽ ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങൾ സിമ്പിൾ, നമുക്കൊന്നും വളരെ ഇതൊക്കെ എന്താണ്, ഇതിലൊന്നും ഒരു കാര്യമില്ല, അങ്ങനെയൊന്നുമല്ല. നമുക്ക് തന്നെ നമ്മളോടൊരു റെസ്പെക്റ്റ് തോന്നും. നമ്മളത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാലക്രമേണ നമ്മൾ 1 മാസം 2 മാസം കഴിഞ്ഞ് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ വളരെ കൃത്യമായ ഒരു പാറ്റേണിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട്. ഈ ജീവിതത്തിൽ വിജയത്തിനൊരു അച്ചടക്കം, ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ, അച്ചടക്കം വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അപ്പം നിങ്ങളത് ഫോളോ ചെയ്ത് നോക്കൂ. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ വരാം. അപ്പം ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം. തുടക്കമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കുറേ സംഭവങ്ങളിലിട്ടത്. ഞാൻ വരാം, നല്ല വീഡിയോ നല്ല ടോക്കുമായിട്ട് ഞാൻ വരാം. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങളുടെ ഗോൾസിലേക്ക് എത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഞാൻ വരുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.